ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. LDF സർക്കാരിന്റെ മൂന്നാം ഭരണം വരുമെന്ന ആത്മവിശ്വാസം ഉണ്ടെന്നും ഒറ്റപ്പാലത്തിന്റെ വികസനം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമമായിരിക്കും നടത്തുക എന്നും LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ. നിരവധി വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ മണ്ഡലത്തിൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെന്നും LDF സർക്കാരിന്റെ മൂന്നാം ഭരണം വരുമെന്ന ആത്മവിശ്വാസം ഉണ്ടെന്നും ഒറ്റപ്പാലത്തിന്റെ വികസനം കരുത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമമായിരിക്കും നടത്തുക എന്നും LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ പറഞ്ഞു. കഴിഞ്ഞ 5 വർഷക്കാലം മണ്ഡലത്തിൽ സർക്കാർ മുൻകൈയിൽ നടപ്പിലാക്കിയിട്ടുള്ള വികസനക്ഷേമ പ്രവർത്തനങ്ങൾ വളരെ ശ്രദ്ധയോടെയും കരുതലോടെയും താൽപ്പര്യത്തോടെയും നടപ്പിലാക്കാനായി. വലിയ സംഖ്യ ചെലവഴിച്ച് നടത്തുന്ന പ്രവർത്തനങ്ങളും സംഖ്യ കുറവാണെങ്കിലും മനോഭാവത്തിൽ വികസനവും ക്ഷേമവും ഉറപ്പുവരുത്തുന്ന പ്രവർത്തനങ്ങളും ഈ ഘട്ടത്തിൽ നടപ്പിലാക്കാനായിട്ടുണ്ട്. അതിലൊരു ഉദാഹരണമാണ്, സംഖ്യ ചെലവഴിച്ചതിൻ്റെ ഉദാഹരണമാണ് നമ്മുടെ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രി. എന്നാൽ സംഖ്യയൊന്നും ചെലവഴിക്കാതെ തന്നെ ഒരു പുതിയ സർവീസ്, അതിന് പണച്ചെലവില്ല എന്നല്ല, പക്ഷേ ഒറ്റപ്പാലത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഒറ്റപ്പാലത്ത് നിന്നൊരു KSRTC തിരുവനന്തപുരത്തേക്ക് പോയത് MLA ഫണ്ട് വെച്ചിട്ടല്ല, സർക്കാരിൻ്റെ സഹായം കൊണ്ടാണ്. ഈ 2 ആസ്പെക്റ്റിലുള്ള വികസന പ്രവർത്തനങ്ങൾ മണ്ഡലത്തിൽ നടന്നിട്ടുണ്ട്. വീണ്ടും ഒരു മൂന്നാം ഭരണം LDFന് ലഭിക്കുമെന്ന ആത്മവിശ്വാസമാണുള്ളത്. അങ്ങനെ ഒരു ഘട്ടം വന്നാൽ ഈ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിയോടെ കരുത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഇടപെടലാണ് നടത്തുന്നത്. ഒറ്റപ്പാലം കോടതി സമുച്ചയ നിർമ്മാണ പൂർത്തീകരണം, ബൈപ്പാസ് പദ്ധതി, ഒറ്റപ്പാലം മണ്ണാർക്കാട് റോഡ് നവീകരണം തുടങ്ങിയ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമെന്നും പ്രേംകുമാർ വ്യക്തമാക്കി. ഒറ്റപ്പാലം കോടതി സമുച്ചയം പൂർത്തീകരിക്കുക, അതുപോലെ തന്നെ നമ്മുടെ ഒറ്റപ്പാലം ബൈപ്പാസ് പൂർത്തീകരിക്കുക, ഒറ്റപ്പാലം മണ്ണാർക്കാട് റോഡ് നമുക്ക് നല്ല നിലവാരത്തിൽ BMNBC നിലവാരത്തിൽ പൂർത്തീകരിക്കുക. അല്പം പൊളിഞ്ഞു കിടന്ന ഭാഗം ഇന്നലെയും ഇന്നുമൊക്കെയായിട്ട് BMBC പ്രവർത്തനം നടന്നു വരികയാണ്, എങ്കിലും നല്ല നിലവാരത്തിൽ അത് പൂർത്തീകരിക്കുക തുടങ്ങി വ്യത്യസ്തമാർന്ന മേഖലകളിൽ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ നമുക്ക് ഏറ്റെടുത്ത് മുന്നോട്ട് പോകാനുണ്ട് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഭാരതപ്പുഴ, കരിമ്പുഴപ്പുഴ എന്നിവയെല്ലാം ഉപയോഗപ്പെടുത്തി മണ്ഡലത്തിനെ ടൂറിസം ഹബ്ബാക്കി മാറ്റണമെന്നും അദ്ദേഹം പറഞ്ഞു. എന്നുള്ള പ്രതീക്ഷയാണുള്ളത്. ഭാരതപ്പുഴയുടെ ഓരത്താണ് നമ്മുടെ ലക്കിടിപേരൂർ പഞ്ചായത്ത്, ഒറ്റപ്പാല നഗരസഭയും എല്ലാം ഉള്ളത്. കരിമ്പുഴപ്പുഴ മറ്റൊരു സാധ്യതയാണ്. കരിമ്പുഴ തച്ചനാട്ടുകര പഞ്ചായത്തുകളെയൊക്കെ ബന്ധിപ്പിക്കുന്ന അഥവാ അതിൻ്റെയൊക്കെ ഭാഗമായ ഒരു പുഴ കൂടിയാണത്. അതെല്ലാം ഉപയോഗപ്പെടുത്തി നമുക്ക് ടൂറിസം രംഗത്ത് ആ സാധ്യതകളെ ഉപയോഗപ്പെടുത്താനും ശക്തിപ്പെടുത്താനുമുള്ള ഒരു സാഹചര്യം, ശ്രീകൃഷ്ണപുരത്തെ ബാപ്പുജി പാർക്ക് ഉൾപ്പെടെ ഒരു നല്ല കേന്ദ്രമാക്കി മാറ്റാനുള്ള ഇടപെടൽ, അത്തരം കാര്യങ്ങൾക്കെല്ലാം MLA എന്ന നിലയിൽ നേതൃത്വം നൽകണം.